ഹലോ ഫ്രണ്ട്സ്, സനുജാണ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത എൻ്റെ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൻ്റെ സ്കെയിൽ അളവുകൾ നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ ഈ ബസ്സിൻ്റെ അളവുകളെക്കുറിച്ച് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവറെല്ലാം കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും 43.3 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ള ബസ്സിൻ്റെ ആ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത് ഞാൻ വരച്ചെടുത്തൊരു ഡ്രോയിങ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാം, ടോട്ടൽ ലെങ്ത്ത്, അത് ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ലെങ്ത്ത് വരുന്നത് 43.3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഫ്രണ്ട് ബമ്പർ ടു ഫ്രണ്ട് വീൽ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 8.4 സെൻറ്റിമീറ്റർ ഉണ്ടാകും. ഫ്രണ്ട് വീൽ സെൻറ്റർ ടു ബാക്ക് വീൽ സെൻറ്റർ 22.1 സെൻറ്റിമീറ്ററും ബാക്ക് വീൽ സെൻറ്റർ ടു ബാക്ക് ബമ്പർ 12.8 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു 0.6 സെൻറ്റിമീറ്റർ കുറച്ചിട്ടും ബാക്കിൽ ഒരു 0.2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടും വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഈ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഫ്രണ്ട് കൗളും പിന്നെ ബാക്കിൽ ആ ബാക്ക് പോർഷനും വെച്ച് ഒട്ടിക്കണമല്ലോ, അതിൻ്റെ ഒരു എലവൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചിട്ട് എടുക്കുന്നത്. പിന്നെ ബസ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 9.8 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അതിപ്പോൾ ബാക്ക് സൈഡിലെത്തുമ്പോഴത്തേക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല. 9.6 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. കാരണം ഇവിടെ ഒരു ചെറിയ ചെരിവ് വരുമല്ലോ, അതുകൊണ്ടാണ്. ആ ചെരിവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 3.5 സെൻറ്റിമീറ്റർ ബാക്കിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് മാറിയെന്ന ആണ് ഈ ചെരിവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ വീലാർച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാം. വീലാർച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വീലാർച്ചിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. വീലാർച്ചിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.3 സെൻറ്റിമീറ്റർ. പിന്നെ ഈ സെൻറ്ററിലൊരു ബീഡിങ് ഉണ്ടാവും. ആ ബോട്ടം നിന്ന് ഈ ബീഡിങ്ങിലേക്കുള്ള ഹൈറ്റ് എന്നത് 2.6 സെൻറ്റിമീറ്ററാണ്. ഈ ബീഡിങ് ഒരു 2 mm, അതായത് 0.2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബീഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും വിൻഡോ ലൈനിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.3 സെൻറ്റിമീറ്ററാണ്. പിന്നെ വിൻഡോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.6 സെൻറ്റിമീറ്ററും പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 1.3 സെൻറ്റിമീറ്റർ ഉണ്ടാവും ടോപ്പിലേക്ക്. ഇനി വിൻഡോൻ്റെ വിഡ്ത്ത് നോക്കിയാൽ ടോട്ടൽ 13 വിൻഡോസാണ് വേണ്ടത്. അതിൻ്റെ അത് ആദ്യത്തെ 2 വിൻഡോവും അവസാനത്തെ ഒരു വിൻഡോവും ചെറുതായിരിക്കും. അതിന് വിഡ്ത്ത് 2.5 സെൻറ്റിമീറ്റർ മാത്രമേ കൊടുക്കണ്ടൂ. ബാക്കിയുള്ള എല്ലാ വിൻഡോസും 2.9 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വേണം. ഈ ഫ്രണ്ട് ക്വാർട്ടർ ഗ്ലാസിൻ്റെ അളവുകൾ നോക്കിയാൽ അതിൻ്റെ ബോട്ടം പോർഷൻ 1.1 സെൻറ്റിമീറ്ററും വേണം. ടോപ്പ് പോർഷൻ 0.8 സെൻറ്റിമീറ്ററും വേണം. പിന്നെ വിൻഡോൻ്റെ ഇടയിലുള്ള പില്ലറിൻ്റെ കാര്യം പറയാം. അത് ഏകദേശം ഒരു 0.3 സെൻറ്റിമീറ്ററുള്ള ഓരോ പീസുകളായിരിക്കും വിൻഡോൻ്റെ ഇടയിലുള്ള പില്ലറായിട്ട് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പുറകിലുള്ള ഒരു പില്ലർ എന്ന് പറയുമ്പോൾ അത് ഏകദേശം 0.7 സെൻറ്റിമീറ്റർ തിക്നെസ് വേണ്ടി വരും. പിന്നെ ഫ്രണ്ടിലൊരു എക്സ്ട്രാ ഗ്ലാസ് ഉണ്ട്. അത് ഏകദേശം 1.1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസാണ് വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് കൗളിൻ്റെ ഹൈറ്റ് 4.6 സെൻറ്റിമീറ്ററാണ്. ഇനി പറയാൻ ഡോറിൻ്റെ ഡീറ്റെയിൽസ്. ഡോർ എന്ന് പറയുമ്പോൾ ഈ ബസ്സിൻ്റെ ബോഡീൻ്റെ എൻഡിൽ നിന്ന് ഒരു 0.7 സെൻറ്റിമീറ്റർ താണിട്ടാണ് ഡോർ നിൽക്കേണ്ടത്. പിന്നെ ഡോറിൻ്റെ അകത്ത് ഉള്ള ഈ ഗ്ലാസുകളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3.1 സെൻറ്റിമീറ്ററും അതിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.1 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയൊരു കട്ടിങ് ഇട കൊടുക്കുന്നുണ്ട് 1.1 സെൻറ്റിമീറ്ററിൽ ലെങ്ത്തിൽ, ഒരു 0.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു 0.3 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഉള്ളൊരു ചെറിയ കട്ടിങ്ങുകൾ. ആ ഡോറിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ആ വിൻഡോ ലൈനിൽ നിന്നും ഒരു 1.2 സെൻറ്റിമീറ്റർ താണിട്ടാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ബസ്സിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടം ലെങ്ത്തിനെക്കാട്ടിയും കുറവായിരിക്കുമല്ലോ ടോപ്പ് ലെങ്ത്ത്. അത് പറയുന്നത് ഈ ഫ്രണ്ടിൽ ഈ എൻഡിൽ നിന്ന് ബാക്ക് എൻഡ് വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 42.1 സെൻറ്റിമീറ്റർ ഉണ്ടാവുക. അപ്പോൾ സൈഡിൽ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫ്രണ്ട് പോർഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. ഈ സൈഡിലുള്ള ഹൈറ്റുകൾ ഈ പോർഷൻ മുതൽ താഴെയുള്ള ഹൈറ്റ് 9.8 സെൻറ്റിമീറ്റർ ഉണ്ടാവും. എന്നാണ് നോക്കിയാൽ മതി. എന്നാൽ സെൻറ്ററിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഫ്രണ്ട് കൗളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4.6 സെൻറ്റിമീറ്ററാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്രില്ല് നോക്കാം. ഗ്രില്ലിൻ്റെ ബോട്ടം പോർഷനിലുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ടോപ്പ് പോർഷനിൽ 6 സെൻറ്റിമീറ്റർ ഉണ്ടാവും.
ഗ്രില്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഈ എൻഡിൽ നിന്ന് ഹെഡ്ലൈറ്റിൻ്റെ ഈ പോർഷനിലേക്കുള്ള ലെങ്ത്ത് ബോട്ടം പോർഷനിൽ 2.6 സെൻറ്റിമീറ്ററും ടോപ്പിൽ 1.9 സെൻറ്റിമീറ്റർ എടുക്കാം. പിന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.9 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ ബമ്പറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. പിന്നെ പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു അളവെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ഹൈറ്റാണ്. ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.1 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു 0.3 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ബോട്ടം പോർഷൻ്റെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററാണ് ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ടോപ്പ് പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം എന്നാൽ മാത്രമേ ഈ ഒരു കർവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ പറയാനുള്ള ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഒന്ന് ഈ നമ്പർ പ്ലേറ്റിൻ്റെയാണ്. അത് ഏകദേശം 2.4 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ചെയ്യാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 0.5 സെൻറ്റിമീറ്റർ എടുക്കാം. പിന്നെ ഈ റിയർ വ്യൂ മിററാണ്. റിയർ വ്യൂ മിററിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഒരു 0.5 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു 1.3 സെൻറ്റിമീറ്റർ എടുക്കാം. അതൊരു 2.5 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഫ്രണ്ടിലുള്ള ഡീറ്റെയിൽസും ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബാക്ക് പോർഷൻ്റെ വിഡ്ത്തും 10 സെൻറ്റിമീറ്ററാണ്. ടോപ്പിലാകുമ്പോൾ 9.2 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ സെൻറ്റർ ഹൈറ്റ് ഏകദേശം 9.8 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവുക. സൈഡ് ഹൈറ്റ് 9.6 സെൻറ്റിമീറ്ററും. കാരണം ഇവിടെ കുറച്ച് ചെരിവ് വന്നല്ലോ, കുറച്ച് ഹൈറ്റ് കുറഞ്ഞല്ലോ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ബോട്ടംന്ന് ഇവിടെയുള്ള ബീഡിങ് വരെയുള്ള ഹൈറ്റ് 2.4 സെൻറ്റിമീറ്ററും ബോട്ടംന്ന് ഈ മെയിൻ ഗ്ലാസ് വരെയുള്ള ഹൈറ്റ് 4.4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ മെയിൻ ഗ്ലാസിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഈ ഗ്ലാസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് എന്നത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 4.9 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ അതുകൂടാണ്ട് 2 ചെറിയ ഗ്ലാസ്സുകളുണ്ട്. ആ ചെറിയ ഗ്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും ബോട്ടം പോർഷൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്ററും ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് 0.6 സെൻറ്റിമീറ്ററുമാണ്. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഈ മെയിൻ ഗ്ലാസ്സിൽ നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ചെയ്താൽ മതി. പിന്നെ ഈ റൂട്ട് ബോർഡിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒരു 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു 0.6 സെൻറ്റിമീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഒരു 1.4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1.9 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ്. ഇനി പറയുന്നത് നമ്മളെ ഈ 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഏകദേശം 43.3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള നമ്മുടെ ബസ്സിൻ്റെ ടയർ സൈസുകളാണ്. ടയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ കൊടുക്കേണ്ടത് 3.9 സെൻറ്റിമീറ്ററാണ്. ഇന്നർ ഡയ കൊടുത്തത് 2 സെൻറ്റിമീറ്ററാണ്. പിന്നെ ടയർ തിക്നെസ് എന്ന് പറയുമ്പോൾ ടയർ ഏകദേശം ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഈ ഒരു എൻഡിൽ രണ്ട് എൻഡിൽ ഓരോ ചെറിയൊരു കർവുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള തിക്നെസ് എന്ന് പറയുന്നത് 1.2 സെൻറ്റിമീറ്ററും ഇന്നർ ഏറ്റവും ചെറിയ പോർഷൻ്റെ തിക്നെസ് 0.8 സെൻറ്റിമീറ്ററും ആയിരിക്കണം. അപ്പോൾ സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ ഈ ചാരി ഇരിക്കുന്ന പോർഷൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 3.9 സെൻറ്റിമീറ്ററാണ്. നമ്മൾ ഇരിക്കുന്ന പോർഷൻ്റെ ലെങ്ത്ത് 1.7 സെൻറ്റിമീറ്ററും വേണം. പിന്നെ ഇതിന് സീറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 0.4 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ്. അതായത് ഒരു 4 mm 4x ഷീറ്റ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ വെച്ച് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ സീറ്റിൻ്റെ ഒരു കാലായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടാണ്. പിന്നെ KSRTCൻ്റെ ഏറ്റവും ഫ്രണ്ട് കണ്ടിട്ടുണ്ടാവില്ല, ഒരു സിംഗിൾ സീറ്റ് ഉണ്ടാവും. ആ സിംഗിൾ സീറ്റിൻ്റെ ഇരിക്കുന്ന ആ പോർഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. ഇനിയിപ്പോൾ അത് 2 സീറ്റ് ആണെങ്കിൽ നേരെ ഡബിൾ 3 സെൻറ്റിമീറ്ററും പിന്നെ 3 സീറ്റുള്ളതാണെങ്കിൽ 4.5 സെൻറ്റിമീറ്ററും വേണം. സീറ്റിൻ്റെ എണ്ണത്തിനെ കുറിച്ച് പറയുമ്പോൾ KSRTCയിൽ ടോട്ടൽ 52 സീറ്റുകളാണുള്ളത്. അതായത് ഒരു സിംഗിൾ സീറ്റ്, പിന്നെ ഈ 2 സീറ്റിൻ്റെ 9 എണ്ണവും 3 സീറ്റിൻ്റെ 11 എണ്ണവും, അങ്ങനെ 33 + 18 + 1 അങ്ങനെ ടോട്ടൽ 52 സീറ്റുകളാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. എന്നാലും എല്ലാം ഒന്നും ആയിട്ടുണ്ടാവില്ല. എന്നാൽ ഇതിലും പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അല്ലേ, അതൊക്കെ ഏകദേശം നമുക്ക് ഊഹിച്ചെടുത്തിട്ട് ഏകദേശം നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം മെയിനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അളവുകൾ മാത്രമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വേർഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം, എൻ്റെ അടുത്തും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റാം. അതിൽ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയുക, ഇതേപോലത്തെ ഇനിയും മെഷർമെൻറ്റുള്ള കുറേ വീഡിയോസ് ഇടാൻ ഞാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എൻ്റെ KSRTC മിന്നലിൻ്റെ ബസ്സുണ്ട്, പിന്നെ ഒരു Z1 ബസ്സുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ചെയ്യണം. ഇതേപോലെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഓരോ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലത്തെ വീഡിയോ ചെയ്യേണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിനകത്തായിട്ട് സപ്പോർട്ട് എല്ലായിടത്തും ഉണ്ടാവണം. വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.